ബോളിവുഡിലെ ഖിലാഡി. ഒരു കാലത്ത് ബോക്സ് ഓഫീസ് വിജയത്തിന്റെ പര്യായമായിരുന്ന അക്ഷയ് കുമാർ എന്ന നടന് കഴിഞ്ഞ കുറച്ചു കാലമായി അത്ര നല്ല സമയമല്ല. 2016 പുറത്തിറങ്ങിയ എയർലിഫ്റ്റ് മുതൽ 2021 പുറത്തിറങ്ങിയ സൂര്യവംശി വരെ അധികം തളരാതെ പിടിച്ചു നിന്ന അക്ഷയ്ക്ക് എന്നാൽ പിന്നീട് അങ്ങോട്ട് നേരിടേണ്ടി വന്നത് വൻ ഫ്ലോപ്പുകൾ തന്നെയായിരുന്നു. 2022 മുതൽ അക്ഷയ് കുമാറിന്റെ 11 സിനിമകൾ റിലീസായിട്ടുണ്ടെങ്കിലും അതിൽ 2023 പുറത്തിറങ്ങിയ OMG 2 മാത്രമാണ് വിജയം കണ്ടത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ ആരാധകരും ബോളിവുഡും അടക്കം കാത്തിരിക്കുന്ന സിനിമയാണ് അക്ഷയ് കുമാറിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങാൻ പോകുന്ന കേസരി ചാപ്റ്റർ 2. അതേസമയം സെൽഫി, ബഡേ മിയാൻ ചോട്ടെ മിയാൻ, മിഷൻ റാണിഗഞ്ച്, രാം സേതു, ബച്ചൻ പാണ്ഡെ തുടങ്ങിയ ഫ്ലോപ്പ് ചിത്രങ്ങൾ കൂടാതെ മറ്റ് നിരവധി ബോക്സ് ഓഫീസ് പരാജയങ്ങൾ അക്ഷയ് കുമാറിന് കഴിഞ്ഞ 3 വർഷത്തിനിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തുടർച്ചയായി 16 ബോക്സ് ഓഫീസ് പരാജയങ്ങൾ അക്ഷയ് കുമാർ നേരിട്ടിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിരുചികളും ചില സിനിമകളുടെ അമിതാവേശവും പഴയ രീതിയിലുള്ള കഥാസന്ദർഭങ്ങളും അക്ഷയ് കുമാറിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം കുറയാൻ കാരണമായ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയങ്ങൾക്ക് നടനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നിർമ്മാതാക്കൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുമാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഇതുവരെയുള്ള അക്ഷയ് കുമാർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കേസരി 2. കഥകളിയിലെ പച്ചവേഷത്തിൽ സിനിമയിലെ തന്റെ ക്യാരക്ടർ പോസ്റ്ററും അക്ഷയ് പങ്കുവച്ചിരുന്നു. അഭിഭാഷക വേഷത്തിലാണ് ചിത്രത്തിൽ അക്ഷയ് കുമാർ എത്തുന്നത്. 1919 ബ്രിട്ടീഷുകാർ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ കോൺഗ്രസ് നേതാവ് ബാരിസ്റ്റർ സി ശങ്കരൻ നായർ നടത്തിയ പോരാട്ടങ്ങളാണ് ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നത്. ഒരുപാട് ഇമോഷൻസും ഡ്രാമയുമുള്ള ഒരു പക്ക കോർട്ട് റൂം സിനിമയായിരിക്കും കേസരി 2 എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളിയും വൈസ്രോയ് കൗൺസിലിലെ ഏക ഇന്ത്യക്കാരനുമായിരുന്നു സർ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. യഥാർത്ഥ സംഭവങ്ങൾക്കൊപ്പം ശങ്കരൻ നായരുടെ ചെറുമകനും സാഹിത്യകാരനുമായ രഘു പാലാട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ ദി കേസ് ദാറ്റ് ഷൂക്ക് ദ എംപയർ എന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സിനിമ. മാധവൻ, അനന്യ പാണ്ഡെ എന്നിവർ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കരൺ സിംഗ് ത്യാഗിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അമൃതപാൽ സിംഗ് ബിന്ദ്ര, അക്ഷത് ഗിൽഡിയൽ, സുമിത് സക്സേന, കരൺ സിംഗ് ത്യാഗി എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത്. ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് സിനിമയുടെ നിർമ്മാണം. ഏപ്രിൽ 18 കേസരി ചാപ്റ്റർ 2 റിലീസ് ചെയ്യുന്നത്. എന്തായാലും സിനിമ അക്ഷയ് കുമാറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവിന് തന്നെ വഴിയൊരുക്കുമെന്നാണ് ആരാധകർ അടക്കമുള്ളവരുടെ പ്രതീക്ഷ.